നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു കിടിലം വീട് കാണാനാണ്. നല്ല ഏരിയ ആണ്, പീസായിട്ടുള്ള ഏരിയയിൽ. ആ കാണുന്ന മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലമുള്ളത്. നാലര സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുള്ള കിടിലം വീട് കണ്ടോളൂ. ഒരു 7 സീറ്റർ കാറിടാൻ പാകത്തിന് കിടിലനാക്കിയിട്ടുള്ള കാർ പോർച്ചാണ്. കാർ പോർച്ച് മീൻസ് ഫ്രണ്ട് ഏരിയ നമുക്കത് ഷീറ്റിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും. ലോങ് ആയിട്ടുള്ള ഒരു ഗേറ്റാണുള്ളത്. സൈഡൊക്കെ അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകം കാണണ്ടേ, അകത്തേക്ക് കയറാം. കം ഓൺ ഗൈസ്. ഇതാണ് നമ്മളുടെ ലിവിങ് ഏരിയ വരുന്നത്. സീലിംഗ് നോക്കിയേ, ഒരു എന്താ പറയുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ഭാഗം നമുക്ക് എന്താ പറയുക സോഫ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ലിവിങ് ഏരിയ, പ്ലസ് നമുക്കൊരു ഇത്രയും ഭാഗം കബോർഡൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരു TV വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു മനോഹരമായിട്ടുള്ള വീട്ടിലെ ഒരു ഹാങ്ങിങ് ലൈറ്റ്. പിന്നെ നമുക്ക് ഒരു ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനം. നമുക്ക് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഒരു അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സ്ഥലമുണ്ട് നമ്മളുടെ. പിന്നെ സീലിംഗ് നമ്മുടെ ഇവിടെ സീലിംഗ് ചെയ്തേക്കണ കിടിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇതെല്ലാം ബ്രാൻഡഡ് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കിടിലൻ നമ്മളുടെ കബോർഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രേയും ഈ ഒരു കളർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നോർമലി നമ്മളുടെ സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ്. ലെക്സസിൻ്റെ തന്നെ ബ്രാൻഡഡ് ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ് LECൻ്റെ സ്വിച്ചസ് ആണ്. ഇവിടെ നോക്കിയാൽ മതിയായിരുന്നു, അത്ര പണിയെടുക്കണ്ടായിരുന്നു. LECൻ്റെ സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഇത്ര ഏരിയ ഉണ്ട് വർക്ക് ഏരിയ. നമുക്ക് കിണർ വാട്ടർ ഉണ്ട്, കിണറുണ്ട്. കിണർ വെള്ളത്തിനൊന്നും പ്രശ്നമില്ല. പിന്നെ സൈഡെല്ലാം ഫെൻസിങ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഗ്രില്ല് ചെയ്ത് പ്രൈവസി സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡോറ് വരുന്നുണ്ട്. ഒരു വലിയ ഡോർ ഇവിടെ, ഒരു ചെറിയ ഡോർ. അടുക്കള വരെ സീലിംഗ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. 4.5 സെൻറ്റ് അല്ലേ പറയാം, 4.5 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും 4 ബെഡ്റൂം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേളിൽ ഞാൻ കയറി നോക്കിയില്ല. ഇതാണ് താഴത്തെ 1ാമത്തെ ബെഡ്റൂം. സീലിംഗ് നോക്കി ലവ് ഷേപ്പിലുമാണ് സീലിംഗ് ചെയ്യുന്നത്. പുളി നമ്മളുടെ ഒരു 3 ഡോറ് കബോർഡുണ്ട്. ഇതൊരു പുതിയൊരു ഇതാണ്. സൈഡിൽ ഇങ്ങനെ ലൈറ്റ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 2-3 വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റൂമിൻ്റെ വെളിച്ചത്തിനും വെക്കത്തിനും വേണ്ടിയിട്ട് നമുക്ക് 2 ജനൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ റൂമാണ് ഇത്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ലൊരു കോമ്പിനേഷൻ കളർ പ്ലസ് ഗ്രിപ്പായിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻവെയറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെയറിൻ്റെ തന്നെയാണ് ഫിറ്റിങ്സും ടോയ്ലറ്റും ഒക്കെ ഇൻവെയറിൻ്റെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സാധനം കാണിച്ചില്ലായിരുന്നു. ഇതാണ് വാഷിംഗ് ഏരിയ വരുന്നത്. അടിയിലൊക്കെ ഒരു അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. ജാഗ്വാറിൻ്റെ തന്നെയാണ് ഈ പറഞ്ഞ വാഷിംഗ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് കേട്ടോ. താഴെ കയറി വരുമ്പോൾ തന്നെ ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. അത്യാവശ്യം ഒരു എന്താ പറയുക, നമുക്ക്
പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിനി ചെറിയൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം അവർക്ക് വേണ്ടിയിട്ടുള്ള കബോർഡ്, ഒരു 1 കബോർഡ് ഉണ്ട്, ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്റ്റോറേജ്. സീലിംഗും കിടിലായിട്ടുണ്ട്. വെട്ടവും വെളിച്ചത്തിനും ഒക്കെ കാറ്റിനൊക്കെ വേണ്ടിയിട്ട് 2 സൈഡ് വിൻഡോസും ഉണ്ട്. ഇവിടെയും ഹിൻഡ്വെയറിൻ്റെ തന്നെ ടാപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിൻഡ്വെയറിൻ്റെ തന്നെ എല്ലാം ഹിൻഡ്വെയറാണ്. ഈവൻ ക്ലോസറ്റ്സ് വരെ ഹിൻഡ്വെയറാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റഡി റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പണിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറുമ്പോൾ ഈ വുഡൻ ഈ ഒരു ഹാൻഡ് റെയിൽ നല്ല രസമുണ്ട്. ഒരു ഇതുപോലത്തെ 2-3 വീടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ടെക്സ്ചർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈനിന് വേണ്ടി വെക്കാം. പ്ലസ് നമുക്കിവിടെ ഒരു പർഗോള വരുന്നുണ്ട്. പർഗോള ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നല്ല അവിടെ നിന്നുള്ള വെളിച്ചം നമുക്ക് പ്രോപ്പറായിട്ട് ഡൈനിങ് ഏരിയയിൽ കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റേ റൂം വരുന്നത്. അത്യാവശ്യം നല്ല നടന്ന് പ്രോപ്പറായിട്ട് കയറാൻ പറ്റുന്ന ഗ്രാനൈറ്റോട് കൂടിയിട്ടുള്ളതാണ്. ഗ്രാനൈറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അത് കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ല, എൻ്റെ പോലെ ഇത്രയും വലിയ ഹോളാണ്. നിങ്ങളിത് കണ്ടു നോക്കി. നമുക്കൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്, മറ്റേ കാറൊക്കെ ഉണ്ട് ഓടിച്ച് കളിക്കാം, റൗണ്ട് അടിച്ച് കളിക്കാം. അത്രയും സ്ഥലമുണ്ട്. മുറ്റത്ത് കളിക്കാൻ തന്നെ മുകളിൽ കളിക്കാം. ഇവിടെ നമുക്കൊരു ചെറിയൊരു TV വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ സ്റ്റഡി ഏരിയ, ഓഫീസ് ഏരിയ, അങ്ങനെ സെറ്റപ്പ് ഇവിടെയും ഉണ്ട്. ഇതൊക്കെ കബോർഡ് മൾട്ടിവുഡിലാണ് ചെയ്തേക്കട്ടെ. ഇത് MDF അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്ലൈവുഡ് ഒന്നുമല്ല, മറ്റേ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മൾട്ടിവുഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കാണാം. ബാൽക്കണി വന്നിട്ട് ഇതാണ്. ഇവിടുത്തെ ഒരു വ്യൂ, ഒരു ഈവനിങ്ങിൽ ഇവിടെ ഇരിക്കുന്ന വ്യൂ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഫുള്ളി വ്യൂ ആണ്. കാരണം ഈ പ്രോപ്പർട്ടി വന്നിട്ട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി വരുന്നത്. മേളത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വലിയ ബെഡ്റൂമാണ്, ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. വെളിച്ചവും വെട്ടത്തിനും വേണ്ടിയിട്ടുള്ള 2 സൈഡ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. സീലിംഗ് അത്യാവശ്യം ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. 2 ഡോർ കബോർഡ് ഇവിടെ ഉണ്ട്. ഇതുകൊണ്ട് എല്ലാ ഈ റൂമിൻ്റെ, ഈ വീടിൻ്റെ എല്ലാ ഇതിലും ഈ ഒരു ടേബിൾ എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു കണക്കിന് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ബാത്റൂം ഞാൻ നോർമലി പറഞ്ഞ പോലെ തന്നെ ഗ്രിപ്പ് ടയർ, 2 ടൈൽസ് ആണ്, 2 ഡോർസ് ആണ്, ഹിൻഡ്വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടാപ്സ് എല്ലാം ഹിൻഡ്വെയർ ആണ്. ക്ലോസറ്റ് വരെ ഹിൻഡ്വെയർ ആണ്. നമുക്ക് 4ാമത്തെ ബെഡ്റൂം ആൻഡ് ഫൈനൽ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ഫൈനൽ ബെഡ്റൂം വരുന്നത്. കണ്ടില്ലേ, ഇത് കിഡിലൻ ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂമാണ്. 1, 2, 3 കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം മൾട്ടിവുഡ് കബോർഡ്സ് ആണ്. സീലിംഗ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാ റൂമിലത്തെ പോലെ തന്നെ ഇവിടെയും 2 സൈഡ് വിൻഡോസ് വരുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കിടിലൻ വലിയ ബാത്റൂമാണ്. ഹിൻഡ്വെയർ ആണ്. ഹിൻഡ്വെയർ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡഡ് ടൈൽസുമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഇതൊക്കെ കണ്ടില്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂസ്ഫുള്ളാണ്. ഇവിടെ തേപ്പൊട്ടി വെച്ചിട്ട് തേക്കാനുള്ള ഏരിയ ഇവിടെയാണ്. ഇങ്ങനെ ഈ ഏരിയ ഒക്കെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു സംഭവമാണ്. പിന്നെ ഇത് യൂട്ടിലിറ്റി ഏരിയ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓപ്പൺ ടെറസ് എന്ന് പറയാം ഇതിന്. ഓപ്പൺ ടെറസിനെക്കാട്ടും യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം 3 സൈഡ് പ്രോപ്പറായിട്ട് ഷീറ്റ് ഇടാതെ മുകളിലത്ത് കോൺക്രീറ്റ് തന്നെ ചെയ്തേക്കുന്ന, പിന്നെ ടൈൽസൊക്കെ ഉപയോഗിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത്. ഫുള്ള് നല്ല സേഫ്റ്റിയിലാണ് പണിതേക്കുന്നത്. ഒരു രീതിയിലുള്ള സംഭവം ലീക്കില്ല. എല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഈ പ്രോപ്പർട്ടി വരുന്നത് ഇൻഫോ പാർക്കിനോട് ചേർന്നിട്ടുള്ള തേവക്കയിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോകുന്ന റൂട്ടിൽ
ചുരക്കുളം റോഡ് എന്ന് പറയുന്ന റോഡിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. 4.5 സെൻറ്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പോർഷ് ഏരിയയാണ്. കാര്യം ഇവിടെയൊക്കെ സ്ഥലത്തിന് ഏകദേശം 8-9 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് ഈ ഏരിയ. അപ്പോൾ 4.5 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടും ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 95 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.